നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകര പഞ്ചായത്തിലെ തേശ്ശേരി ചീക്കാമുണ്ടി പാലത്തിന്റെ പുനർനിർമ്മാണം ഉടൻ പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് 2020യുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പേരാമ്പ്ര ലയൺസ് ക്ലബ്ബ് നടപ്പിലാക്കുന്ന ഹങ്കർ പ്രോജക്ടിന്റെ ഉദ്ഘാടനം നടത്തി. കൊടകര കണ്ടംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഭഗവത് സേവയും നടത്തി. ചാലക്കുടി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. കുട്ടനല്ലൂർ ഹൈവേയിൽ ടയർ പഞ്ചറായി നിർത്തിയിട്ടിരുന്ന മിനി ലോറിക്ക് പുറകിലായി ടിപ്പർ ലോറി ഇടിച്ചു. വാർത്തകൾ വിശദമായി. കൊടകര പഞ്ചായത്തിലെ തേശ്ശേരി ചീക്കാമുണ്ടി പാലത്തിന്റെ പുനർനിർമ്മാണം ഉടൻ പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് 2020യുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. 8, 9, 10 വാർഡുകളിലെ ജനങ്ങൾ 2 മാസമായി സഞ്ചാരക്കുരുക്കിലാണെന്നും അധികാരികളുടെ അനാസ്ഥ മൂലമാണ് പാലത്തിന്റെയും റോഡിന്റെയും പണി ഇഴഞ്ഞു നീങ്ങുന്നതായി പ്രതിഷേധക്കാർ ആരോപിച്ചു. കൊടകര പഞ്ചായത്ത് 2020 കോർഡിനേറ്റർ സെബി മാത്യുവിന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രതിഷേധ സമരം പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് അംഗം ജൂഡി VG ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ ഫ്രാൻസിസ് VC, ഡേവിസ് മഞ്ഞളി, വർഗീസ് PI, ഹദ്ദാദ് PM, ജോണി AV, ജോസ് VK എന്നിവർ പ്രസംഗിച്ചു. പ്രധാന കാരണം പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. കാരണം ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൗലിക അവകാശത്തിൽപ്പെട്ട ഒരു കാര്യമാണ് സഞ്ചാര സ്വാതന്ത്ര്യം. അത് ഇവിടെ പ്രത്യക്ഷമായിട്ട് ഇവിടെ അവർ നമ്മളെ തടഞ്ഞിരിക്കുകയാണ്. കാരണം അതിനൊരു വിലയും കൊടുത്തിട്ടില്ല. 6 മാസം അല്ലെ 2-2.5 മാസമായിട്ട് ഇതിവിടെ പണി മുടങ്ങി കിടക്കുക. ജനങ്ങൾ പല വിധത്തിലും പല വഴിക്കും പോയിക്കോട്ടെ എന്നുള്ള ഒരു അലക്ഷ്യ മനോഭാവത്തോടു കൂടിയുള്ള വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തേശ്ശേരി ചീക്കാമുണ്ടി റോഡാണ് നമ്മുടെ ഈ പുറകിൽ കാണുന്നത്. മാസങ്ങൾ പിന്നിട്ടിട്ടും ഈ റോഡ് സഞ്ചാരയോഗ്യമല്ല. ഇതിലൂടെ രാവിലെയും വൈകിട്ടും ബസ് റൂട്ടുള്ളതാണ്. ഇവിടുത്തെ 8, 9, 10 വാർഡുകളിൽ പെടുന്ന പല ആളുകളും ജോലിക്ക് വേണ്ടി കൊടകരയിലും തൃശ്ശൂരും ചാലക്കുടിയുടെ പല ഭാഗങ്ങളിലേക്കും പോകുന്നതാണ്. അത് 6 മാസമായി വളരെ ബുദ്ധിമുട്ടിലാണ് അവർ കടന്നു പോകുന്നത്. അതിനെതിരെ 2020 എന്ന പാർട്ടിയുടെ പ്രതിഷേധമാണ് ഞങ്ങൾ അറിയിക്കുന്നത്. പേരാമ്പ്ര ലയൺസ് ക്ലബ്ബ് നടപ്പിലാക്കുന്ന ഹങ്കർ പ്രോജക്ടിന്റെ ഉദ്ഘാടനം നടത്തി. ലയൺസ് ഇന്റർനാഷണൽ നടപ്പിലാക്കുന്ന വിശപ്പ് രഹിത പരിപാടിയുടെ ഭാഗമായി പേരാമ്പ്ര ലയൺസ് ക്ലബ്ബ് നടപ്പിലാക്കുന്ന ഹങ്കർ പ്രോജക്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആഴ്ചയിൽ 1 ദിവസത്തെ പ്രഭാത ഭക്ഷണം 1 വർഷക്കാലം കനകമലയിലെ സാൻജോ ഭവൻ അംഗങ്ങൾക്ക് നൽകിക്കൊണ്ടുള്ള പരിപാടിയാണ് പേരാമ്പ്ര ലയൺസ് ക്ലബ്ബ് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം ക്ലബ്ബ് പ്രസിഡന്റ് ലയൺസ് ജോയ്സൺ കീരിയത്ത് നിർവഹിച്ചു. സെക്രട്ടറി ലയൺസ് ജോണി മാഞ്ഞാങ്ങ സ്വാഗതം പറഞ്ഞു. സിസ്റ്റർ ആംബ്രീസിയ നന്ദി രേഖപ്പെടുത്തി. കോർഡിനേറ്റർ ലയൺസ് KO വർഗീസ്, ബോർഡ് അംഗം ലയൺസ് KL തോമസ്, ലയൺസ് ജെയിംസ് വടക്കേത്തല, ലയൺസ് ഷാജു കൊട്ടേക്കാട്ടുകാരൻ എന്നിവർ സംസാരിച്ചു. നമ്മൾ ലയൺസ് ക്ലബ്ബ് ഓഫ് പേരാമ്പ്ര ഡ്രീം സിറ്റി ഹങ്കർ റിലീഫ് എന്ന് പറഞ്ഞ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് കനകമലയിലുള്ള സാൻജോ ഭവനിലെ നിവാസികൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ എഫർട്ട് നമ്മൾ ഭാഗത്ത് ചെയ്യാണ്. നമ്മൾ ആഴ്ചയിൽ 1 ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് 1 വർഷം മുഴുവൻ നൽകുന്ന ഒരു പ്രോജക്റ്റാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഈ ഒരു നല്ല കാര്യത്തിന് നമ്മുടെ KL തോമസ് ചേട്ടനാണ് സ്പോൺസർ ചെയ്ത് സഹകരിച്ചത്. ഇതുപോലുള്ള സഹായം അർഹിക്കുന്ന വ്യക്തികളിലേക്ക് പ്രോജക്റ്റുകൾ എത്തിക്കുക എന്നുള്ളതാണ് ലയൺസ് ഇന്റർനാഷണൽ ലോകം മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പേരാമ്പ്രയിലുള്ള ലയൺസ് ക്ലബ്ബ് ഈ ഒരു സർവീസ് പ്രോജക്റ്റ് ചെയ്യാണ്. നമ്മൾ കൊടകര കണ്ടംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഭഗവത് സേവയും നടത്തി. ക്ഷേത്രം തന്ത്രിയും മുൻ ശബരിമല മേൽശാന്തിയുമായ ബ്രഹ്മശ്രീ അഴകത്തുമനയ്ക്കൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും മേൽശാന്തി ബ്രഹ്മശ്രീ ചുള്ളിമംഗലത്ത് മനയ്ക്കൽ വാസുദേവൻ നമ്പൂതിരിയും ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു.
കുട്ടനല്ലൂർ ഹൈവേയിൽ ടയർ പഞ്ചറായി നിർത്തിയിട്ടിരുന്ന മിനി ലോറിക്ക് പുറകിലായി ടിപ്പർ ലോറി ഇടിച്ചു. അപകടത്തിൽ ടിപ്പറിന്റെ ക്യാബിനിൽ ഡ്രൈവർ കുടുങ്ങി. അഗ്നിരക്ഷാ സേനയെത്തി 1 മണിക്കൂറോളം എടുത്ത പരിശ്രമത്തിനൊടുവിലാണ് ഡ്രൈവറെ പുറത്തെടുത്തത്. ഞായറാഴ്ച പുലർച്ചെ 3 മണിയോടുകൂടിയാണ് അപകടം സംഭവിച്ചത്. അപകടത്തിൽ ടിപ്പറിന്റെ ക്യാബിനിൽ കുടുങ്ങിയ ഡ്രൈവർ റിവിൻ വർഗീസിനെ തൃശൂർ അഗ്നിരക്ഷാ സേനയെത്തി 1 മണിക്കൂറോളം എടുത്ത പരിശ്രമത്തിനൊടുവിലാണ് പുറത്തെടുത്തത്. കാലിന് ഗുരുതരമായി പരിക്കേറ്റ റിവിൻ വർഗീസിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡിൽ കനകമല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വയോജന കൂട്ടായ്മയായ തണൽ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ഔഷധക്കഞ്ഞി വിതരണം നടത്തി. കർക്കിടകക്കഞ്ഞി വിതരണം കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. തണൽ സംഘടന പ്രസിഡന്റ് തോമസ് പുല്ലോക്കാരൻ അധ്യക്ഷനായി. കൊടകര ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെല്ലിശ്ശേരി, വാർഡ് മെമ്പർ സജിനി സന്തോഷ്, KS ചാത്തുണ്ണി എന്നിവർ സംസാരിച്ചു. 140 വയോജനങ്ങൾ അംഗങ്ങളായുള്ള സംഘടന എല്ലാ കൊല്ലവും നാട്ടുകാർക്കായി ഔഷധക്കഞ്ഞി വിതരണം നടത്താറുണ്ട്. 2 വർഷവും നമ്മൾ പ്രാധാന്യം കൊടുത്തത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കാണ്. അതോടൊപ്പം പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളും പ്ലാനും പദ്ധതിയും ഒക്കെ ഭംഗിയായിട്ട് തന്നെ നിർവഹിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പരിമിതികൾ സർക്കാരിനും ഉണ്ടായിരുന്നു. ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നമുക്ക് ഫണ്ടുകൾ ലഭ്യമായിട്ടുള്ളത്. ആ ലഭ്യമായ ഫണ്ടുകൾ 19 വാർഡിലേക്കും ആവശ്യങ്ങൾക്കനുസരിച്ച് വിതരണം ചെയ്യാനായിട്ട് ഭരണസമിതി നിഷ്പക്ഷമായി ശ്രമിച്ചിട്ടുണ്ട്. ഈ വാർഡിലെ വ്യത്യസ്ത രാഷ്ട്രീയമുള്ള മെമ്പറാണ്, അതുകൊണ്ട് അവിടേക്കൊന്നും കൊടുക്കണ്ട, അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളത് വാർഡ് മെമ്പറായ സജിനി തന്നെ നിങ്ങളോട് പറഞ്ഞത് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പം അങ്ങനെ ഒരു വിവേചനമില്ല. വികസന പ്രവർത്തനങ്ങളിൽ വാർഡുകൾ നോക്കിയേ രാഷ്ട്രീയ വിവേചനങ്ങളൊന്നുമില്ലാതെ ലഭ്യമായ ഫണ്ടുകൾ അവിടുത്തെ ആളുകളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് വിതരണം ചെയ്യപ്പെടുക എന്നൊരു മനക്കുളങ്ങര ലയൺസ് ക്ലബ്ബും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് നടത്തി. 56 പേർ രജിസ്റ്റർ ചെയ്ത ക്യാമ്പിൽ നിന്നും 32 പേരെ സൗജന്യ തിമിര ശസ്ത്രക്രിയയ്ക്ക് തെരഞ്ഞെടുത്തു. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ വെച്ച് നടത്തിയ 165ാമത് ക്യാമ്പിന് ഡോക്ടർ ജൂബി ജോയൽ, MN പ്രിൻസ് ജോൺ, E ശശാങ്കൻ നായർ, P രാധാകൃഷ്ണൻ, KK വെങ്കിടാചലം, KV രാമജയൻ, അനിൽ വടക്കേടത്ത്, സഞ്ജീവ് K മേനോൻ, ഉണ്ണികൃഷ്ണൻ പള്ളത്ത് എന്നിവർ നേതൃത്വം നൽകി. എല്ലാ മാസവും 3-ാമത്തെ ഞായറാഴ്ചയാണ് ക്യാമ്പ് നടത്തുന്നത്. CPIM മറ്റത്തൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെട്ടിച്ചാലിൽ സംയോജിത കൃഷി ആരംഭിച്ചു. CPM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം TA രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി CB രവി അധ്യക്ഷത വഹിച്ചു. സംയോജിത കൃഷി കൺവീനർ PS പ്രശാന്ത് സ്വാഗതം പറഞ്ഞു. ഏരിയ കമ്മിറ്റി അംഗം MR രഞ്ജിത്ത്, പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി, ലോക്കൽ കമ്മിറ്റി അംഗം PK കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു. അശ്വതി ബിബി അടക്കമുള്ള ജനപ്രതിനിധികൾ എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾ ഈ പരിപാടി പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരെയും ഒറ്റവാക്കിൽ ഈ യോഗത്തിലേക്ക് പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് യോഗത്തിൻ്റെ അധ്യക്ഷനായി സഖാവ് രവിയെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. ചാലക്കുടി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് ആന്റോ മേലേപ്പുറത്ത് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ SSLC, +2, CBSE, ICSE പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെ MLA അനുമോദിച്ചു. വൈസ് പ്രസിഡന്റ് റീന ഡേവിസ്, ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ VL ജോൺസൺ, ജോയ് മാളിയേക്കൽ, OS ചന്ദ്രൻ, ദിലീപ് പേരാമ്പ്രത്ത്, ജോസ് പുല്ലൻ, അബ്ദുൽ മജീദ്, സെക്രട്ടറി KJ മിനി എന്നിവർ സംസാരിച്ചു. ചാലക്കുടി സർവീസ് സഹകരണ ബാങ്ക് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മുടെ ഈ ബാങ്കിൻ്റെ പരിധിയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങ് വളരെ വിപുലമായിട്ട് തന്നെ സംഘടിപ്പിക്കാറുണ്ട്. ചാലക്കുടി സർവീസ് സഹകരണ ബാങ്കിനെ കുറിച്ച് മുമ്പൊക്കെ അറിയാം. ജനപക്ഷത്തു നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സഹകരണ പ്രസ്ഥാനമാണ്. കോവിഡ് കാലഘട്ടത്തിലും പ്രളയത്തിൻ്റെ കാലത്തും ഒക്കെ ചാലക്കുടിയുടെ ജനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരു പാരമ്പര്യമാണ്. കേരള NGO യൂണിയൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്മാർട്ട് വിത്ത് K സ്മാർട്ട് പരിപാടി സംഘടിപ്പിച്ചു. തദ്ദേശ സ്ഥാപനങ്ങൾ പൂർണ്ണമായും ഓൺലൈനിൽ ആവുന്നതിൻ്റെ ഭാഗമായാണ് പൊതുജനങ്ങൾക്കും ജനപ്രതിനിധികൾക്കും ജീവനക്കാർക്കും K സ്മാർട്ട് ആപ്പ് പരിചയപ്പെടുത്തിയത്. രാജീവ് ഗാന്ധി മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടത്തിയ പരിപാടി ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, കാടുകുറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ്, NGO ഏരിയ സെക്രട്ടറി VI സുധീർ,
ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KM മഞ്ചേഷ് തുടങ്ങിയവർ സംസാരിച്ചു. അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ ഏകദേശം 1 വർഷത്തിലധികമായി നഗരസഭകളിൽ ഇത് നടപ്പിലാക്കിയെങ്കിലും ഇപ്പോഴും ഇത് പൂർണ്ണമായി ഇത് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കിടയിലും ജീവനക്കാർക്കിടയിലും ഇതിൻ്റെ കൃത്യമായിട്ടുള്ള സംവിധാനങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു അറിവ് പൂർണ്ണമായിട്ടുണ്ടായിട്ടില്ല എന്നുള്ളത് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിൽ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. പലതിലും നമുക്ക് ഇനിയും പുതിയ സംവിധാനങ്ങൾ അതിൽ ഭേദഗതികളൊക്കെ വരുത്തേണ്ട സാഹചര്യം കൈകാര്യം ചെയ്തു തുടങ്ങുമ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒരു പക്ഷേ പിന്നീട് കാലത്ത് കൊടകര കാവിൽ മരുത്തോമ്പുള്ളി വാര്യത്ത് ഉണ്ണികൃഷ്ണൻ വാര്യർ 95 വയസ്സ് അന്തരിച്ചു. പൊതുമരാമത്ത് വകുപ്പ് റിട്ടയർഡ് ഓവർസിയർ ആയിരുന്നു. ഭാര്യ പരാതിയായ ശ്യാമളാദേവി, മക്കൾ നന്ദകുമാർ, ഹരിദാസ്, ഗീത, മരുമക്കൾ അംബിക, ജയ, ഉത്തമൻ. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 11-ന് പാറമേക്കാവ് ശാന്തിഘട്ടിൽ. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9170 രൂപ, പവന് 73,360 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടകര പഞ്ചായത്തിലെ തേശ്ശേരി ചീക്കാമുണ്ടി പാലത്തിന്റെ പുനർനിർമ്മാണം ഉടൻ പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് 2020 നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പേരാമ്പ്ര ലയൺസ് ക്ലബ്ബ് നടപ്പിലാക്കുന്ന ഹങ്കർ പ്രോജക്ടിന്റെ ഉദ്ഘാടനം നടത്തി. കൊടകര കണ്ടംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഭഗവത് സേവയും നടത്തി. ചാലക്കുടി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. കുട്ടനല്ലൂർ ഹൈവേയിൽ ടയർ പഞ്ചറായി നിർത്തിയിട്ടിരുന്ന മിനി ലോറിക്ക് പുറകിലായി ടിപ്പർ ലോറി ഇടിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.